ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോസ് ഇടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ ഇട്ടത്. കാരണം ഇത് നാട്ടിൽ വെച്ചിട്ടുള്ള എടുത്തിട്ടുള്ള വീഡിയോ തന്നെയാണ്. എൻ്റെ മുഖം തന്നെ കാണിച്ച് എന്തുകൊണ്ട് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ആ ഒരു സ്റ്റേജ് താണ്ടാൻ വേണ്ടിയിട്ട്, അതായത് ആ ധൈര്യം വരാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് ഇട്ടു എന്നേ ഉള്ളൂ. അതുമാത്രമല്ല, ഈ വീഡിയോയിൽ നിത്തും കിത്തും തീരെ ഇല്ല. ഞാനും ഹസ്ബൻഡും മാത്രം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതായത് അമ്പലങ്ങളിലേക്ക് പോയി വിസിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലിപ്സ് മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ കേരള ടെമ്പിൾസ് അതിനെക്കുറിച്ചിട്ട് മീൻസ് എൻ്റെ ഇവിടെയുള്ള ഫ്രണ്ട്സിനും ഒക്കെ ഒരു അറിവ് കിട്ടുമല്ലോ. അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. ഇപ്പോൾ ഒരു ഈവനിങ് നമ്മൾ ഫസ്റ്റ് പോയത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് നല്ല ദൂരമുണ്ട്. കാറിലാണ് പോയത്. ഞങ്ങൾ ഈവനിങ് പോയി ഒരു 4 മണിക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു 8-9 മണിയായിട്ടുണ്ട്. അത്രയും ദൂരമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയിൽ തന്നെ സമയം പോകും. പക്ഷെ പോയത് ഒരു വർത്ത് വിസിറ്റ് തന്നെയാണ്. നല്ലൊരു വൈബുള്ളൊരു അമ്പലം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ അമ്പലത്തിൽ പോയി. നെക്സ്റ്റാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നാട്ടിലേക്ക് മെയിനായിട്ട് നമ്മൾ പോകാൻ കാരണങ്ങളിൽ ഒരു കാരണം ഈ അമ്പലത്തിൽ പോകണം എന്നുള്ള ഒരു മനസ്സിൽ തോന്നലുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മൾ ആ അമ്പലത്തിലേക്ക് പോയത്. അത് വേറെ ഒരു അമ്പലമല്ല, നമ്മളുടെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തുള്ള തിരുമാന്താംകുന്ന് അമ്പലത്തിലേക്കാണ് പോയത്. അപ്പോൾ ഈ അമ്പലം നമുക്ക് കേരളത്തിലുള്ള ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും എന്തിനാണ് പ്രത്യേകത, എന്ത് സ്പെഷ്യാലിറ്റിയാണ് അവിടെ ഉള്ളതെന്നൊക്കെ. അപ്പോൾ ഞങ്ങളും ചെറിയ പ്രായത്തിൽ, അതായത് നമ്മൾ കല്യാണാലോചനയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുവിധം ഞങ്ങളുടെ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഈ അമ്പലത്തിലേക്ക് ഈ മംഗല്യ പൂജയ്ക്ക് നേരും. അപ്പോൾ ആ മംഗല്യ പൂജയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ 3 പൂജയാണ് ശരിക്കും ഒരാളുടെ പേരിൽ നടത്താം. 3 പൂജ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കങ്ങനെ പോകാനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് 16 വർഷമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഒരു പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നിത്തു ജനിച്ചതിന് ശേഷമൊന്നും പോയിട്ടേ ഇല്ല. ഏകദേശം 13 വർഷമായിട്ട് പോയിട്ടില്ല. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇപ്രാവശ്യം നമ്മൾ ഈ അമ്പലത്തിൽ പോയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചെന്നൈയിൽ പോകണതിൻ്റെ ജസ്റ്റ് തലേ ദിവസം പോയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നിട്ടുള്ള. മറ്റേ അമ്പലത്തിൽ പോയ പോലെ തന്നെ ഈ അമ്പലത്തിലേക്കും അവരെ കൊണ്ടുവന്നിട്ടില്ല, നിത്തുവിനും കത്തിനും കൊണ്ടുവന്നിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ലോങ് ട്രാവലുള്ള അമ്പലങ്ങളായതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മൾ നെക്സ്റ്റ് ഡേ തിരിച്ച് വീണ്ടും ചെന്നൈയിലേക്ക് ഏർലി മോർണിംഗ് തിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും അവരെ തന്നെ ബുദ്ധിമുട്ടിച്ചിട്ട് യാത്ര ചെയ്യിപ്പിച്ച്, അതും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ട് പോകണമല്ലോ. ഞങ്ങളൊരു 5:30 ഇറങ്ങിയിട്ടുണ്ട് അവിടെ വീട്ടിൽ നിന്ന്. അപ്പോൾ നല്ല മഞ്ഞും വരുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാമല്ലോ, നല്ല മഞ്ഞുള്ള സമയമാണ് ശരിക്കും. അപ്പോൾ പിന്നെ മോസ്റ്റ്ലി അവർ ഉറങ്ങിക്കോട്ടെ, അവരവിടെ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ടുവന്നില്ല. പിന്നെ നമ്മൾ 2 പേരും ആകുമ്പം വേഗം കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അതാണ് വേറൊരു കാര്യം. പിള്ളേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴാണ് തിരിച്ചു പോവുക, എങ്ങനെയാണ് പോവുക എന്നൊക്കെ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് മറ്റേ അമ്പലത്തിലെ പോലെയല്ല, ഉള്ളിൽ ജസ്റ്റ് ചെറിയ ക്ലിപ്സൊക്കെ എടുക്കാൻ പറ്റി. ഉള്ളിൽ പിന്നെ ഓരോ അമ്പലത്തിൻ്റെയും ഉള്ളിൽ മൊബൈലൊന്നും അലോ ചെയ്യില്ല. പുറത്ത് മാത്രം നമ്മൾ ഇതുപോലെ ബേസിക്കായിട്ടുള്ള കുറച്ച് ക്ലിപ്സ് എടുക്കാൻ പറ്റി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാത്രമുള്ളപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. നിത്തും കിത്തും എൻ്റെ കൂടെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ കൊണ്ട് എടുപ്പിക്കുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒളിച്ചും പാത്തൊക്കെ എടുക്കുക ചെയ്യുക. കാരണം ശരിക്കും അമ്പലത്തിൻ്റെയൊക്കെ അങ്ങനെ എടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. ശരിക്കും നമ്മൾ ഈ വീഡിയോൻ്റെ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണേ. ഈ പടവ് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ വേറൊരു അമ്പലമുണ്ട് കേട്ടോ, നമ്മളങ്ങനെ പോയില്ല. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. നമ്മൾ വന്നത് കറക്റ്റ് സമയമാണ്, ഒരു 7 മണി സമയത്ത് തൊഴുത് ഇറങ്ങി. നമ്മൾ നന്നായിട്ട് വിസ്തരിച്ച് തൊഴാൻ പറ്റി. തിരക്കേ ഉണ്ടായിരുന്നില്ല. ഒരു വർക്കിംഗ് ഡേ ആയിരുന്നല്ലോ. അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം ഇരുന്ന് നമ്മൾ താഴത്തേക്ക് പതുക്കെ ഇറങ്ങി വന്ന് അവിടെ തന്നെ ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു ക്യാൻറ്റീൻ പോലത്തെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിച്ച് തിരിച്ച് നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം കാർ പാർക്കിംഗ് കണ്ടറിയാം നമുക്ക്. കാറ് എല്ലാം അത്യാവശ്യം ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നണേ മിക്കവാറും അമ്പലം ഒരു 12 മണി വരെയൊക്കെ ഉണ്ട്, ഓപ്പൺ ആണ്. സോ അതുകൊണ്ട് ആൾക്കാർ പതുക്കെ വരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇത്ര ദൂരത്തായതുകൊണ്ടും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും നെക്സ്റ്റ് ഡേ നമുക്ക് തിരിച്ചു പോകണമല്ലോ, അതുകൊണ്ടും നമ്മൾ നേരത്തെ ഇറങ്ങി. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ല സൗകര്യമായിട്ട് തൊഴാൻ പറ്റി.
പിന്നെ അന്ന് മംഗല്യപൂജയൊക്കെ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഞായറാഴ്ചകളിൽ മാത്രമാണെന്ന് തോന്നുന്നു മംഗല്യപൂജ നടത്തുക. അപ്പോൾ അവിടെ മംഗല്യപൂജ നടത്തി എൻ്റെ ഒരു പൂജ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കല്യാണം, നെക്സ്റ്റ് സെക്കൻഡ് പൂജയ്ക്ക് മുമ്പ് എൻ്റെ കല്യാണം റെഡി ആയിട്ടുണ്ടായിരുന്നു. അതൊരു വിശ്വാസമാണ്. ഓരോരുത്തർക്കും വിശ്വാസങ്ങൾ പല വിധത്തിലായിരിക്കുമല്ലോ. പക്ഷേ ഞങ്ങളുടെ അവിടെ എൻ്റെ എല്ലാ കസിൻസിൻ്റെയും ഒക്കെ പേരിൽ അങ്ങനെ നടത്തിയിട്ട് അനുഭവമുള്ളതുകൊണ്ടും അതൊരു കീഴ്വഴക്കമായി നമ്മളുടെ വീട്ടിൽ എല്ലാവർക്കും അങ്ങനെ പൂജ നടത്തുന്നത്. നമുക്കതൊരു മനസ്സിൽ നല്ല വിശ്വാസവും തൊഴുതിറങ്ങിയപ്പോഴേക്കും മനസ്സിൻ്റെ സമാധാനവും സന്തോഷവും അതൊക്കെ എല്ലാം പേഴ്സണലാണ്, അവരവർക്ക് അനുഭവിക്കുന്ന ആ ഒരു ഇതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് അതൊക്കെ വീട്ടിലേക്ക് തിരിച്ചു പോയി. പിന്നെ നമ്മൾ തിരിച്ച് പാക്കിങ്ങൊക്കെ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ തിരിച്ച് ചെന്നൈയിലേക്ക് പോവായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ഒരു സാഡായിട്ടുള്ളൊരു ന്യൂസ് എന്ന് പറയണത് ചിച്ചുവിനെ നമ്മളിപ്രാവശ്യം തിരിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോകണില്ല. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വല്ലാത്തൊരു ഡിസിഷനായിരുന്നു. കുറേ കാലങ്ങൾ ആലോചിച്ചിട്ട് എടുത്തിട്ടുള്ളൊരു ഡിസിഷനാണ്. എനിക്ക് ജോലി കിട്ടിയപ്പോൾ തൊട്ട് ചിച്ചു വീട്ടിൽ ഭയങ്കര ഒറ്റയ്ക്കാണ്, ലോൺലിനെസ്സാണ്. അപ്പോൾ അത് മാത്രമല്ല നമുക്ക് പെയറിനെ വാങ്ങണമെന്നുണ്ടായിരുന്നു. സോ പെയറിനെ നമുക്ക് വാങ്ങണമെങ്കിൽ കുറച്ചും കൂടി സൗകര്യമുള്ളൊരു അറ്റ്മോസ്ഫിയർ വേണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ ആസ് ഏർലി ആസ് പോസിബിൾ വീട് മാറാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെ മാറുകയാണെങ്കിൽ ചിച്ചുവിനെ നമ്മൾ തിരിച്ച് വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വേഗം തന്നെ വരുന്നതായിരിക്കും.